ഇന്ത്യയുടെ പ്രതിരോധ മേഖല ഒരു പൊൻതൂവൽ കൂടി നേടിയിരിക്കുകയാണ്. തദ്ദേശീയമായി വികസിപ്പിച്ച രുദ്രം 2 മിസൈൽ സംവിധാനത്തിന്റെ പരീക്ഷണം വൻ വിജയമായിരിക്കുകയാണ്. പ്രതിരോധ ഗവേഷണ വികസന സംഘടനയും ഇന്ത്യൻ വ്യോമസേനയും സംയുക്തമായാണ് ആകാശത്തുനിന്ന് കരയിലേക്ക് പായിക്കാവുന്ന ഈ മിസൈലിന്റെ പരീക്ഷണം നടത്തിയത്. ഒഡീഷ തീരത്തെ ചണ്ഡിപൂർ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ വ്യോമസേന വിമാനത്തിൽ നിന്നായിരുന്നു മിസൈൽ തൊടുത്തത്. പരീക്ഷണത്തിന്റെ ഭാഗമായി നിശ്ചയിച്ചിരുന്ന എല്ലാ ലക്ഷ്യങ്ങളും മിസൈൽ കൃത്യതയോടെ കൈവരിച്ചതായി പ്രതിരോധ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ കൂടി അറിയിച്ചു. മണിക്കൂറിൽ പരമാവധി 5.5 മാക്ക് വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള രുദ്രം 2-ന് 300 കിലോമീറ്റർ അകലെയുള്ള ശത്രു ലക്ഷ്യങ്ങളെ വരെ തകർക്കാൻ സാധിക്കും. ഏകദേശം 200 കിലോയോളം ഭാരമുള്ള യുദ്ധവിമാനങ്ങളിൽ നിന്ന് ഇത് പ്രയോഗിക്കാനുമാകും. 3 മുതൽ 15 കിലോമീറ്റർ വരെ ഉയരത്തിൽ പറക്കുന്ന സുഖോയ് ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങളിൽ നിന്നാണ് നിലവിൽ ഇത് വിക്ഷേപിക്കുക. നിലവിൽ ഇന്ത്യൻ വ്യോമസേന ഉപയോഗിക്കുന്ന റഷ്യൻ നിർമ്മിത KH-31 ആന്റി റേഡിയേഷൻ മിസൈലുകൾക്ക് പകരമായാണ് കൂടുതൽ ആധുനികമായ ഈ തദ്ദേശീയ മിസൈൽ സംവിധാനം ഇന്ത്യ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഹൈദരാബാദിലെ റിസർച്ച് സെന്റർ ഇമ്രാത്തും DRDOയുടെ മറ്റ് സഹോദര ലാബുകളും ചേർന്നാണ് ഈ മിസൈൽ രൂപകൽപ്പന ചെയ്തത്. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്വകാര്യ സ്ഥാപനങ്ങളും ഇതിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളായി. തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ വളർച്ച തെളിയിക്കുന്നതാണ് ഈ വിജയമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. അത്യാധുനിക ആയുധ സംവിധാനങ്ങളിൽ രാജ്യം കൈവരിക്കുന്ന ആത്മനിർഭരതയ്ക്ക് ഈ പരീക്ഷണം വലിയ സംഭാവന നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സൈനിക ശേഷിക്കും പ്രത്യാക്രമണ പ്രതിരോധ ശേഷിക്കും കരുത്ത് പകരുന്ന ചില നിർണായക നീക്കങ്ങളും പ്രതിരോധ മന്ത്രാലയം എടുത്തിരുന്നു. കരനാവിക വ്യോമസേനകളുടെ മിസൈൽ ശേഷി ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ കൺവെൻഷണൽ മിസൈൽ ഫോഴ്സ് രൂപീകരിക്കുന്നതിന് പ്രാഥമിക അനുമതി നൽകിയിരിക്കുകയാണ് രാജ്യം. ചൈന പാകിസ്ഥാൻ സഖ്യത്തിൽ നിന്നുള്ള വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടുക എന്നതാണ് ഈ ഏകീകൃത കമാൻഡിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നാണ് വിവരം. ആണവേതര മിസൈലുകളാണ് ഈ പുതിയ സേനാ വിഭാഗത്തിന്റെ കീഴിൽ എത്തുക. 3 സേനകളുടെയും മിസൈൽ വിഭാഗങ്ങളെ ഒരൊറ്റ കമാൻഡിന് കീഴിൽ കൊണ്ടുവരുന്നതോടെ സൈന്യത്തിന്റെ പ്രഹരശേഷി വർദ്ധിക്കും. ബലിസ്റ്റിക്, കോസി ബലിസ്റ്റിക്, ഹൈപ്പർസോണിക് മിസൈൽ സംവിധാനങ്ങൾ ഈ പുതിയ സേനയുടെ ഭാഗവുമായിരിക്കും. CMF രൂപീകരിക്കാനുള്ള നിർദ്ദേശത്തിൽ ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി അംഗീകാരം നൽകിയിട്ടുണ്ട്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ പിന്തുണയുള്ള ഈ നിർദ്ദേശം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ അന്തിമ അനുമതിക്കായി കാത്തിരിക്കുകയാണ്. ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി റോക്കറ്റ് ഫോഴ്സിനും പാകിസ്ഥാന്റെ ആർമി റോക്കറ്റ് ഫോഴ്സ് കമാൻഡിനും സമാനമായ ഒരു സംവിധാനമാണ് ഇത്. ഇന്ത്യയുടെ പ്രതിരോധ നയതന്ത്രത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ബലിസ്റ്റിക് മിസൈലുകൾ ദീർഘദൂര ആക്രമണങ്ങൾക്കും കോസി ബലിസ്റ്റിക് മിസൈലുകൾ ശത്രുവിന്റെ പ്രതിരോധം വെട്ടിച്ച് ലക്ഷ്യത്തിലെത്താനും സഹായിക്കും. വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈലുകൾ കൂടി എത്തുന്നതോടെ ഇന്ത്യയുടെ മിസൈൽ കരുത്ത് ലോകോത്തരവുമാകും. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ദീർഘദൂര പ്രഹരശേഷിക്കുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞാണ് ഇന്ത്യയുടെ ഈ നീക്കം. നിലവിൽ വിവിധ സേനകളുടെ കമാൻഡുകൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന മിസൈൽ സംവിധാനങ്ങൾ ഏകീകൃത കമാൻഡിന് കീഴിലേക്ക് വരുന്നതോടെ അവയുടെ നിയന്ത്രണം വളരെ എളുപ്പവുമാകും. സേനാ രൂപീകരണം യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യയുടെ സൈനിക തന്ത്രങ്ങളുടെ ആണിക്കല്ലായി ഇത് മാറുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യയുടെ പക്കലുള്ള ഈ മിസൈലുകൾ ബ്രഹ്മോസ്, പ്രളയ്, പിനാക്ക റോക്കറ്റ് സംവിധാനം തുടങ്ങിയവ ഈ സേനയുടെ ഭാഗവുമാകും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.